ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സൂപ്പർ ബീഫ് കറി ആയാലോ. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ആദ്യം തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. 3 ഇടത്തരം വലുപ്പമുള്ള തക്കാളി, 2 സവാള, 2 പച്ചമുളക്, അതുപോലെ 3 വെള്ളുള്ളി കേട്ടോ. വലിയ വെള്ളുള്ളിയാണ് എടുത്തത്. അത് നടുകെ കീറിയത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8 ചെറിയ ഉള്ളി, പിന്നെ 2 ടേബിൾ സ്പൂൺ വറുത്ത മല്ലി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 മുതൽ 1/2 വരെ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് വറുത്ത മല്ലി ഇല്ലെങ്കിൽ ഒരു പാനിലിട്ടിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. എല്ലാ സ്പൈസസും കൂടി മിക്സാക്കിയിട്ട് ചൂടാക്കിയാലും മതി. അപ്പോൾ ഇതാ ഒരു 1/2 കിലോ ബീഫിൻ്റെ അളവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1 കിലോ എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എടുക്കുക കേട്ടോ. ആദ്യം തന്നെ കുക്കർ എടുത്തു, അതിലേക്ക് 1/2 കിലോ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കിലോ തന്നെ നിങ്ങൾ ബോറടിക്കണ്ട കേട്ടോ. എൻ്റെ വന്നു പോയതാണ്. എന്നിട്ട് ഇതാ 2 സവാള എടുത്തിട്ടില്ലേ, അത് നടുകെ നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നെയ്ച്ചോറ്, ചപ്പാത്തി, പൊറോട്ട, എല്ലാം സാധാ ചോറ് എല്ലാത്തിൻ്റെ കൂടി ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അപ്പോൾ നോമ്പിന് നമ്മൾ ഉണ്ടാക്കും എന്നുള്ള ജസ്റ്റ് ഒന്ന് നമ്മളെന്നും ഇപ്പോൾ കറി ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക കേട്ടോ. 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ഞാൻ കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഇപ്പം എൻ്റെ അടുത്ത് 8 എണ്ണം മാത്രമാണ് ഉള്ളത് കൊണ്ടാണ് അതിട്ട് കൊടുക്കാം. അത് മൂത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ചതച്ചാൽ മതി. അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയുള്ളി നിങ്ങളുടെ അടുത്ത് നല്ലോണം ഉണ്ടെങ്കിൽ ഒരു കൈപ്പിടി നിറയെ എടുക്കുക കേട്ടോ. ചെറിയുള്ളി ഇട്ട കറിക്കിന് വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ തക്കാളി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവാകും. നല്ലോണം വെന്ത് ഉടഞ്ഞു വരില്ല. ആ ടൈമിന് നമ്മുടെ ഈ സ്പൈസസ് എല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു ഇത് വരില്ല എന്നറിയാൻ, എന്താ ചില സമയത്ത് ബബ്ബ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ടെക്സ്ചറിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക വേവിച്ച ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, നോക്കി പാനിൽ വിട്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വേവിച്ച ബീഫും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പച്ചമുളകില്ലേ, അപ്പോൾ 2 പച്ചമുളക് നടുകെ കീറിയതും കൂടി ഇട്ട് മൂടി വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. നന്നായി കുറുകിയെടുക്കാം. അപ്പോൾ കുറുകിയതിന് ശേഷം നോക്കി എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ കറിവേപ്പിലയില്ല, നല്ല കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇത് നാടൻ കറിവേപ്പിലയാണ്, കുറച്ചൊന്ന് ഉണങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് മരുന്നൊന്നും അടിച്ചതുണ്ടാവില്ല. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന മരുന്നെല്ലാം അടിച്ച കറിവേപ്പിലയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ഒരു കറിവേപ്പില തന്നെ ഇട്ടത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലൊരു കറിവേപ്പിലിൻ്റെ തയ്യെങ്കിലും വെക്കണം കേട്ടോ. ഇതിപ്പോൾ കുറച്ചും കൂടി കുറുകാനുണ്ട്. നമുക്ക് അടച്ചു വെച്ച് നന്നായി കുറുകിയെടുക്കാം. നന്നായി കുറുകിയതിന് ശേഷം ചൂട് പൊറോട്ടയും ബീഫും കൂടി അടിച്ചാൽ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. പൊറോട്ടൻ്റെ കൂടെ മാത്രമല്ല ഏതൊരു ഭക്ഷണത്തിൻ്റെ കൂടിയും വളരെയധികം ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല, എല്ലാവരും ട്രൈ ചെയ്ത്. പിന്നെ മൺചട്ടിയിലും കൂടി ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ വളരെയധികം സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്. പിന്നെ ബീഫെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ വളരെയധികം ചൂട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ ഒരു കൈമൊക്കെ മൊബൈലും ഒരു കൈമ എൻ്റെ കൈമ പൊറോട്ടയായിട്ടുള്ളത്. നോക്കിയേ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂട് കൊണ്ടാണ് ഇട്ടാളി തന്നെയാണ്, അല്ലാണ്ട് വേവായിട്ടില്ല. നോക്കിയേ തൊടുന്നേരം തന്നെ മുറിഞ്ഞു വരുന്നുണ്ട്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.